നമ്മൾ ശനിയും ഞായറും എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. ആക്ച്വലി മറ്റേ ഗബ്രിയുടെയും ജാസ്മിന്റെയും വിഷയമൊക്കെ ലാലേട്ടൻ ഒതുക്കി തീർത്ത. നമ്മൾ അതുവരെ എന്താ വിചാരിച്ചത്? ലാലേട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്ക് റോക്കിയെ നല്ലപോലെ പൊരിക്കും, അല്ലെങ്കിൽ നല്ലപോലെ വഴക്ക് പറയും. പക്ഷെ അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്ത് വിട്ടു. ഏഹ് സിമ്പിൾ ആയിട്ടാണ് ഡീൽ ചെയ്ത് വിട്ടത്. പക്ഷെ എന്നിട്ടും വിഷ്ണു ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ നിൽക്കാനുള്ള ആ ഒരു സംഭവം, ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രവോക്കാവുന്ന പുള്ളി ബുദ്ധിപരമായിട്ട് അവിടെ ചിന്തിച്ച് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് പുള്ളി ഇപ്പം പുറത്തു പോകാനുള്ള മെയിൻ കാരണം. ഇല്ല മറ്റേ ഞാനല്ല ആക്ച്വലി അത് പറഞ്ഞത്, ദേവിനാണ് പറഞ്ഞത്. ബേസിക്കലി എന്താ വോട്ടിങ്ങിലൂടെ റോക്കി പുറത്താവില്ല എന്നും, റോക്കി പുറത്താവുന്നെങ്കിൽ ഈ രീതിയിലേ പുറത്താവത്തുള്ളൂ എന്നും ദേവിന് ഓൾറെഡി പ്രതീക്ഷിച്ച സാധനമാണ്. ദേവിനെ നിന്റെ പ്രഡിക്ഷൻ എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ ചൈൽഡിഷ് ആയിപ്പോയി, ഭയങ്കര ചൈൽഡിഷ് ആയിപ്പോയി. ഇതൊക്കെ ഒരു എന്താ ഒരു തിരിച്ചടി കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ അടിച്ചല്ലേ, അടി എരന്ന് വാങ്ങിച്ചാണ് ഈ കാര്യമൊന്നുമില്ല. എര- ആ, സിജോയി ഇറന്ന് വാങ്ങിച്ചാണ്. പക്ഷെ ഇടിച്ചു ചേട്ടാ, സിജോ സിജോ അത്രയ്ക്ക് ഇടിച്ചു. വട്ടായി അവന്. സിജോ അല്ല, നല്ല ഇടി ഇടിച്ചു. സിജോ ഇറന്നു വാങ്ങിച്ചു. എന്നിട്ട് സിജോ പുറത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പ്ലെയർക്ക് അവനൊരു വിക്ടിം കാർഡ് പോലെ കളിച്ചു. അതായത് അല്ലടാ, ഇപ്പൊ പോയ എനിക്കത് റോക്കിയുടെ ഭയങ്കര അടുത്ത് ജെന്യൂൻ ആയിട്ട് തോന്നിയടാ. കാരണം ആ ഇടി കൊണ്ട് ജെനുവിൻ എന്തടാ അവിടെ കയറിയിട്ട് എന്ത് ജെനുവിൻ അവൻ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നീ എന്നെ ഇടിക്കടാ, ഞാൻ നിന്നെ തൊട്ട് കഴിഞ്ഞാൽ ഇടിക്കും എന്ന് അതെ പറഞ്ഞാൽ അവൻ അതെ ഇടിക്കാൻ അത് വേണ്ടിയിട്ട് റോക്കി ഏത് ലെവലിൽ വരെ പോകും എന്ന് കൃത്യമായിട്ട് അറിയാം. ബേസിക്കലി അത് ഒരു ഒരു മുൻധാരണ ഉണ്ട് എല്ലാ ആൾക്കാരും. കാരണം അതിനകത്ത് ആരും ആ പരസ്പരം ആരെയും കൈവെക്കത്തില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സിജു അങ്ങനെ ഒരു സംഭവം ചെയ്തത്. കാരണം എന്തായാലും അടിക്കത്തില്ല, ഇവൻ ഏതുവരെ പോകും. ഇവൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് അടിക്കാതെ മാറി പോകുമ്പോൾ അതിന്റെ പേരിൽ ഇവനെ കുറച്ചൊന്ന് ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കാം. അതിൽ കൂടുതലൊന്നും റോക്കി മീൻസ് സിജു വിചാരിച്ചിട്ടില്ല. പക്ഷേ റോക്കി ഭയങ്കര ഒരു ട്രിഗർ ആയിപ്പോയി. റോക്കി അത്രയും ട്രിഗർ ആവേണ്ട ആവശ്യമില്ലായിരുന്നു. റോക്കി അടിച്ചു, ആ അടിയുടെ ആവശ്യമില്ലായിരുന്നു. അത് പേഴ്സണലി എനിക്ക് അല്ല, തോന്നിയതാണ്. സീരീസിൽ ഇത്രയും ട്രിഗർ ആവുന്ന വ്യക്തി ബിഗ് ബോസിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ബാക്കിയുള്ളവർക്കും സീൻ തന്നെയാണ്. കാരണം ദേഷ്യപ്പെടുന്നതും എല്ലാം അഗ്രസീവ് ഒക്കെ ഒക്കെ സെറ്റാണ്. നാളെ എല്ലാവർക്കും നാളെ അക്സെപ്റ്റ് ഇപ്പം ചെയ്യാവുന്ന കുക്ക് രീതിയിലാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഗ്രസീവ് ആയിട്ട് കുക്ക് ചെയ്യുന്ന പാത്രം എടുത്ത് ആരെങ്കിലും തലയടിച്ച് കഴിഞ്ഞുള്ള അവസ്ഥ അല്ല, അത് ആ എന്തായിരിക്കും? തന്നെയാണ് സിജോയ്ക്ക് അതെ അതെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടും ബിഗ് ബോസ് അവനെ പുറത്തുവിടാനുള്ള കാരണം. ഇനി ഇതുപോലെ അതെ, ഇവനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇവന് ദേഷ്യം വരും. മറ്റേ അവിടെ പെണ്ണും ആണും പിന്നെ പറയാൻ വലിയ പറ്റൂല. ആ പെണ്ണുങ്ങളെ അതെ അതെ ജാസ്മിനെ പോലും ചിലപ്പോൾ കൈവെക്കേണ്ടി വന്നേ. ഇനിയൊരു ഉം. ഇതല്ലാതെ ഒരു വേറൊരു ഇഷ്യൂ അതായത് ചിലപ്പോൾ ജാസ്മിൻ ഇടി വെച്ച് കൊടുക്കും. പിന്നെ മുന്നിലായിരുന്നൊന്നും ഇല്ല, പുള്ളി വേറൊരു ക്യാരക്ടറാണ്. പക്ഷെ എന്തോ ഇതേപോലെ കണ്ടന്റ് തന്ന ഒരു വ്യക്തി ഇത്രയും 2 ആഴ്ചക്കുള്ളിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ഇപ്പൊ അല്ല, അതിന്റേതായ ഒരു എനിക്ക് അക്സെപ്റ്റൻസ്. തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരുന്നാൽ മതി. അതായത് ഈ DRK എനിക്കൊന്ന് മറ്റേ DRK ഉണ്ടായിരുന്ന അല്ല DRK ഉണ്ടായിരുന്നില്ല, മറ്റേ മണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സീസണിൽ നമ്മുടെ തേർഡ് സീസൺ. ഫിറോസ് വരുന്നില്ല, ഫിറോസ് ആൻഡ് സജന. അതെ അവര് അതെ ഇൻ ബിറ്റ്വീൻ കയറി വരുന്നവരാണ്. ഒരു 40 അതെ എപ്പിസോഡ് തന്നെ കഴിഞ്ഞിട്ടാണ് ഫിറോസ് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വരികയാണ്. വന്നു കഴിഞ്ഞിട്ടുണ്ടായ ഒരു ചേഞ്ച് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അതുപോലെ തന്നെ റിയാസ്, നമ്മളെ റിയാസ് വരുന്നത് എന്താ 40 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് റിയാസ് ബിഗ് ബോസിൽ വരുന്നത്. കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇപ്പം രതീഷ് പോയി, റോക്കി പോയി. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവര് രണ്ടുപേരും പോയ സ്ഥിതിക്ക് ഇനിയിപ്പം സത്യം പറഞ്ഞാൽ ശരിയാണ്. കാരണം ഇപ്പോഴത്തെ പ്രൊമോയിൽ പോലും ഈ പറഞ്ഞ അടി ബഹളമൊന്നും അല്ല പ്രൊമോയിൽ കാണിക്കുന്ന അല്ല, ഡാൻസും പാട്ടും ഒക്കെയാണ്. അതെ അപ്പൊ അതെ അതെ ഇനിയിപ്പോ ചേട്ടാ, കുറച്ചൊരു ഞാൻ എന്താ പറഞ്ഞില്ലേ പറയുക. ഈ ഞാൻ ഡെവിനോട് സംസാരിച്ചിരുന്നു. ഈ റോക്കിയെ അവിടെ നിർത്തണം എന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. കാരണം അവർക്ക് സപ്പോർട്ട്സ് കാണുമ്പോൾ അറിയാമല്ലോ, റോക്കി അവിടെ ഉണ്ടെങ്കിൽ കണ്ടന്റുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ലാലേട്ടൻ ശനിയും ഞായറും വന്നപ്പോഴത്തേക്ക് അത്ര ഫയർ ചെയ്യാതിരുന്നത്. ഫയർ കിട്ടിയത് വേറെ രണ്ടുപേർക്കാണ്. ഇതിൽ ഞാൻ അത്ര ഒരു ഫയർ കാര്യം ചെയ്യുക. ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ റോക്കിക്ക് അമ്മാതിരി ഫാൻ ഫോളോയിങ് ഇല്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷിയും റോക്കിയും കൂടെ ഉണ്ടായിരുന്ന ആ എലിമിനേഷൻ റൗണ്ട് ഇല്ലേ, അതിൽ റോക്കി സെക്കൻഡ് ആയിരുന്നു, ഋഷിക്കായിരുന്നു കൂടുതൽ ഫാൻ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ DRKയുടെ സീസണിലോ റോബിന്റെ സീസണിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവര് അല്ലെങ്കിൽ ഇപ്പൊ അഖിൽമാരാന്റെ സീസണിലായാലും ശരി, ഇവര് എലിമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ടോപ്പിൽ നിൽക്കുന്നവരായിരുന്നു. ചേട്ടാ ഇവര് അതിന്റെ ഒരു കേസ് ഉണ്ട് ചേട്ടാ. അതിപ്പോ രണ്ടാഴ്ചയായുള്ളൂ. രണ്ടാഴ്ച കൊണ്ട് റോബിൻ രാധാകൃഷ്ണനോ അതല്ലെങ്കിൽ അഖിൽമാരോ ഇതേപോലെ ഒരു ഫാൻ ഫോളോവിങ്സ് ഉണ്ടാക്കി എടുത്തിട്ടില്ലായിരുന്നു. അവര് ഒരു 3 ആഴ്ച കഴിയുന്നതോടെയാണ് അവർ മജോറിറ്റി 3-4 ആഴ്ച കഴിയുന്നതോടെ മജോറിറ്റി ഫാൻസ് അവരെ തന്നെ. കാരണം അവരാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നുള്ളൂ, അവരാണ് മറ്റേ ഇതിൽ എന്റർടൈൻമെന്റ്. കാണിച്ചില്ല, മറ്റേ എന്തോന്ന് എപ്പിസോഡിൽ അത്ര ക്ലിയർ ആയിട്ട് കാണിച്ചില്ല. പക്ഷെ ലൈവില് മറ്റേ റോക്കി ഇരുന്ന് കരയുന്ന സംഭവം കണ്ടായിരുന്നു. അതെ, ഫുള്ള് കരച്ചിലായിരുന്നു. കാറിന് ഫുള്ള് കാറി കൂവി അവിടെ കരച്ചിലായിരുന്നു. ആ കിടന്നു. കരഞ്ഞു മെഴുകിയതിന് ശേഷം അവൻ ഇനി ആ ബിഗ് ബോസ് ഹൗസിൽ തിരിച്ച് കയറിയിട്ട് യെസ്. എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ സിജോയുടെ തിങ്കിങ് കാര്യമില്ല. വേറെ ആയിരിക്കാം. സിജോ ഗെയിം കളിച്ചായിരിക്കാം. കാരണം സിജോയ്ക്ക് ഇങ്ങനെ ഒരു ഇടി കിട്ടിയെന്ന് പറയുമ്പം അവിടെ കുറച്ച് ഡൗൺ ആവുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഹീറോയിക് ആവുന്നത് മറ്റവനാണെന്ന് ഇപ്പൊ മലയാളികളുടെ ഒരു ധാരണ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും കൊണ്ടു നടക്കാൻ പോകുന്നത്. അപ്പൊ സിജോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിൽ കുറച്ച് ജെന്യൂനിറ്റി ഫീൽ ചെയ്തു.
അതാ ഞാൻ സിജോ ജെനുവിൻ ആണെന്നല്ല. ജെന്യൂൻ സുജോ അതിന് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്തു. അല്ല താടിയിലൊന്നും പിടിക്കേണ്ട ജെന്യൂൻ എന്ന് ആവശ്യമില്ലായിരുന്നു. വെച്ച് ആ കഴിഞ്ഞാൽ ബേസിക്കലി ആ ഉദ്ദേശത്തിന് മാത്രമേ ഉള്ളൂ. അതായത് സിജോ കാരണം ഇപ്പം ഇവൻ പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ ഇപ്പം ഇവനും അറിയാം, അതായത് റോക്കിക്ക് അത്യാവശ്യം ഫാൻ ഫോളോയിങ് ഉണ്ട്. ഇപ്പം റോബിൻ രാധാകൃഷ്ണൻ പോയപ്പോഴത്തേക്ക് റിയാസിനെതിരെ ഉണ്ടായ ഒരു ഹേറ്റ് ക്യാമ്പയിൻ കണ്ടില്ലേ? ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ അതുപോലെ അങ്ങനെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഇവൻ ഉണ്ടാവണ്ട എന്നുള്ള രീതിയിലായിരിക്കാം ഇവൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. ഇവൻ പ്രവോക്ക് ആയതേ കുണുവാവേന്ന് വിളിച്ചു ഉം. അല്ലേ? കുണുവാവ അതെ ആരുടെ അതെ അതെ. കുണുവാവ? മറ്റേ നമ്മുടെ നാഗസൈരന്ത്രി ഇപ്പം വരും, എന്തോന്ന് ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട്, എന്തോന്ന് കോപ്പിറൈറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവളിപ്പോ വരും. അതെ മറ്റേ ഈ പ്രേമലു സിനിമയ്ക്കിടയിലും അവൾ വന്നായിരുന്നല്ലോ, എന്റെ ഡയലോഗ് ഉപയോഗിച്ച്, അതുകൊണ്ട് എനിക്ക് ഇത് കോപ്പിറൈറ്റ് വേണമെന്ന് പറഞ്ഞ നാഗസൈരന്ത്രി വന്നായിരുന്നല്ലോ. അതെ അതെ അതെ. കുണുവാവ. നാഗച്ചേച്ചി ഇപ്പൊ വരും കേട്ടോ, എല്ലാം നമുക്കെതിരെ വരുമെന്നോ നമ്മൾ ഇങ്ങനെ നാഗച്ചേച്ചി പേര് പറഞ്ഞു. അല്ല സംഭവം ഏതായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് അത് സന്തോഷിച്ചിരുന്ന രണ്ടുപേരുണ്ട്, ജാസ്മിനും ജാസ്മിൻ ഗബ്രി. ജാസ്മിൻ ഗബ്രി. ഗബ്രി. സംഭവം പക്ഷെ ശനി ഗബ്രി അറിയുന്നില്ല. ഞായറും ഗബ്രിക്ക് എടാ ശനി ഞായറും എപ്പിസോഡില് രണ്ട് എലിമിനേഷനിൽ ലാലേട്ടൻ ഗബ്രി ഔട്ട് ആവും. ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റേ നമ്മൾ സംസാരിക്കാൻ വിട്ടുപോയ സംഭവമുണ്ട്. ആ ലാലേട്ടന്റെ ചേട്ടൻ കണ്ടോന്ന് അറിയില്ല, നല്ല പോലെ പൊരിച്ചു. ജാസ്മിൻ പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു ആ സീനുണ്ട്. അതെ 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 അതെ. അത് എന്തോ അയ്യോ, ഫേക്കാന്ന് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് വരുന്ന പിന്നെ 100% ഒരു ബ്ലോക്ക് അല്ലേ ലാലേട്ട ഉള്ളൂ എന്ന്. അതെ അതിന്റെ മുന്നേ ഇത് ബിഗ് ബോസ് ബിഗ് ബോസ് ഇതിനകത്ത് വൻ ഊടായിപ്പാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എടാ ബിഗ് ബോസ് ഇങ്ങനെ ഒരു സംഭവം ബിഗ് ബോസ് പുറത്ത് പറയുന്നുണ്ട്, ഉടായിപ്പല്ല. ഇതെങ്ങനെയാണ്. അതെ എടാ ബിഗ് ബോസ് അതെ. ഉടായിപ്പല്ല. ഇങ്ങനെ പറയട്ടെ, വീട്ടിൽ ഒരാൾക്ക് ആ ഡിംബലിന്റെ അച്ഛൻ മരിച്ചതാ. ഉം, അത് അവര് ഇതിനു വേണ്ടിയിട്ട് അവരുടെ TRPക്ക് വേണ്ടിയിട്ട് അത് ആ ഓഡിയോയും മൊത്തം ഇട്ടു. ഞാൻ കേട്ടോണ്ടിരുന്ന എനിക്ക് പോലും തോന്നി ഇതെന്തിനാണ് ഇട്ടത്, അവളുടെ ആ ഫീലിങ്സ് എന്തിനാണ് നമ്മൾ കാണിക്കുന്നത് ആ ടൈമിൽ. അങ്ങനെയല്ലടാ, ബിഗ് ബോസ് പറഞ്ഞതിൽ വേറൊരു വലിയ സംഭവമുണ്ട്. അതായത് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു, കാരണം ഇതൊരു ഗെയിം ഷോ ആണ്, അതോടൊപ്പം തന്നെ ഇതൊരു എന്താ പറയാ, ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കാരണം ബിഗ് ബോസ് ഒരു പക്ഷേ ഇവൾക്ക് ഈ ഒരു ഇന്റിമേഷൻ കൊടുത്തത് പുറത്ത് ഇവളും തമ്മിലുള്ള, ഇപ്പൊ നിങ്ങൾ അതിന് ശേഷം നോക്കിയാൽ മനസ്സിലാവും, അവർ തമ്മിലുള്ള ഇരിപ്പ് കുറഞ്ഞു, അവർ തമ്മിലുള്ള കൈപ്പിടുത്തം ഉം. കുറഞ്ഞു. അപ്പം അത് പുറത്ത് ഇവർക്ക് നല്ല നെഗറ്റീവ് ആവുന്നുണ്ട്. ഇവൾക്ക് ഈ ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞാലും ജീവിക്കണ്ടേ? അപ്പൊ അത് അല്ല ഭയങ്കര അങ്ങനൊന്നും ബിഗ് ബോസ് ചിന്തിക്കും കേട്ടാ. അങ്ങനെയൊക്കെ ബിഗ് അങ്ങനെയാണ് ബോസ് ചേട്ടാ ചിന്തിക്കും. ഒന്നാമത്തെ എപ്പിസോഡ് തൊട്ട് പേളിമാണിയുടെ കേസിൽ അപ്പൻ ഭയങ്കര പ്രശ്നം അല്ലല്ല ഉണ്ടാക്കിയായിരുന്നു പുറത്ത്. അല്ല, എനിക്ക് ഇവിടത്തെ തോന്നിയത് ബിഗ് ബോസ് ഇത് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ വീട്ടിൽ നിന്ന് ആർക്ക് അസുഖമാണെന്ന് പറഞ്ഞു വന്നാലും ബിഗ് ബോസ് കണക്ട് ചെയ്യും. പിന്നെ അവരൊരു പേഴ്സണൽ ടോക്ക് ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ചിലപ്പോൾ അത് പബ്ലിഷ് ചെയ്ത് കാണില്ല. ഓക്കെ, പക്ഷെ ചേട്ടാ ഇത് ഇതിന്റെ അവരുടെ ഒരു തൊട്ട് കോഡ് പുറകെ വാക്കായിരുന്നു. ജാസ്മിന്റെ അപ്പന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ വന്നായിരുന്നു, ഉപ്പയും ഉമ്മായും കൂടെ കൂടി ഈ കഴിഞ്ഞ എന്താ ദിവസം. പറഞ്ഞേ? ഇപ്പൊ ഈ ബ്ലോക്ക് വന്ന അല്ല ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്റർവ്യൂല് ഇവര് പറഞ്ഞല്ലോ, ബ്ലോക്ക് ആയിട്ട് ആശുപത്രി കൊണ്ടുപോയപ്പോ ഇവിടെ ഇപ്പൊ കുഴപ്പമില്ല, ഉടനെ സർജറി വേണ്ടാന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞായിരുന്നല്ലോ. അതെ, അന്ന് അല്ല അത് ഈ പിറ്റേ ടോക്ക് ദിവസം ഇറങ്ങിയപ്പോ ബേക്കറി കണ്ടതാണ്. ബേക്കറി കണ്ടെന്ന് പറഞ്ഞപ്പോ അല്ല ഇന്ന് വേറെ മഴവിൽ കേരളോ എന്തോ യൂട്യൂബ് ചാനൽ മറ്റേ അവരുടെ വീട്ടിൽ ചെന്ന് നാട്ടുകാരോടൊക്കെ അതെ. ചോദിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ. അപ്പൊ എല്ലാ നാട്ടുകാരെല്ലാം പറയുന്നത് പുള്ളിക്ക് പണ്ടൊരു ബ്ലോക്ക് വന്നത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സംഭവം ഇതൊരു കോഡ് വാക്കായിട്ട് യൂസ് ചെയ്ത ഭയങ്കര ബ്രില്യന്റ് ആയിട്ട്. അതെ അതെ ബിഗ് ബോസ് അത് അതെ. അറിഞ്ഞില്ല, അസുഖമാണെന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യും. അവർക്ക് അറിയില്ലല്ലോ ഇത് ജെന്യൂൻ ആണോ അല്ലയോ, അവർ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടല്ലോ അല്ലല്ലോ കണക്ട് ചെയ്യുന്നത്. ഒരിക്കലും അല്ല, പക്ഷെ ഇത് അവരുടെ അത് ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ അത് ബിഗ് ബോസ് കാണിക്കായിരുന്നു, അത് കട്ട് ചെയ്തിട്ടെങ്കിലും കാണിക്കായിരുന്നു, ഒരു പാർട്സ് എങ്കിലും കാണിക്കായിരുന്നു. ഒന്നും ഇടാ കാണിക്കാത്ത ഒരു സ്ഥിതിക്ക് കോള് 100% തുടങ്ങുന്നതിന് ഉറപ്പാണ് മുമ്പേ നടന്നത്. ഇത് നമ്മുടെ പ്രൈവറ്റ് കോൾ ആണ്, ഇത് ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ അവർ സംസാരിച്ചത് മൊത്തം ഹോസ്പിറ്റലിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ അത് പറഞ്ഞു ഇത് പറഞ്ഞു, പക്ഷെ ഇതൊരു കോഡ് വാക്കാണ്. അത്രേ ഉള്ളൂ. എന്താടാ അപ്പൊ ബിഗ് ബോസ് അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരാൾക്ക് കേൾക്കുമ്പോ ഇത് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് പറയുന്നത്. എടാ അപ്പൊ അവര് ഇതൊക്കെ കോഡ് വാക്കായിരുന്നേനെ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പുറത്ത് വന്ന ജാസ്മിന്റെ റിയാക്ഷൻ അല്ല അത്രയ്ക്കൊരു ഇങ്ങനെയല്ലല്ലോ ബിഗ് ബോസ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ലൈവ് അല്ലല്ലോടാ, തലേ ദിവസം നടന്ന കാര്യം പിറ്റേ ദിവസം തലേദിവസം കാണിക്കുന്നതല്ലേ. നടന്നതാണ് പിറ്റേ ദിവസം. അപ്പൊ അതുകൊണ്ട് അതെ. അത്രയ്ക്ക് എനിക്ക് വലിയൊരു ഇതൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇതില് എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ആയിരിക്കാം. എനിക്കതിൽ ഒന്നെങ്കിൽ ബിഗ് ബോസിന്റെ കൈവിട്ട് പോയി, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ജാസ്മിന്റെ ഉപ്പ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഒറ്റ സ്ട്രെച്ചില്. ആ ഒരു കോളിന്ന് ബ്ലോക്കിന്റെ ഒക്കെ മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ അഖിൽമാരെ പോലും അങ്ങനെ പ്രൊഡിക്ട് ചെയ്തൊക്കെ കളിക്കില്ല. ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രൊഡിക്ഷൻ ബ്രില്യൻസ് ഉണ്ടെന്ന് നമുക്ക് കളി കണ്ടപ്പോഴും തോന്നിയില്ല. പക്ഷെ ആ ഒരു പ്രഡിക്ഷൻ ബ്രില്യൻസ് അല്ലല്ലോ, അവളുടെ അഭിനയം അത് കഴിഞ്ഞിട്ട് നശിപ്പിച്ചു കളഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ പ്രഡിക്ഷൻ ബ്രില്യൻസ് ആണെങ്കിൽ അതേപോലെ അല്ല മറ്റേ നമ്മുടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞ വേറൊരു പോലത്തെ കാര്യമുണ്ട്, കാര്യമുണ്ട്. അച്ഛൻ ബ്ലോക്കിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് ഞാൻ കമ്മിറ്റഡ് ആന്നൊക്കെ പറയുന്നത്. അതെ അതെ അതെ, കോഡ് വാക്കാണെന്ന് പറഞ്ഞത്. പിറ്റേന്ന് ലാലേട്ടന്റെ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള ഒരുങ്ങലും മേക്കപ്പ് ഇടല്. ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്ലേ നടത്താൻ പോവാണ്, പ്രീ പ്ലാൻഡ് ആയിട്ട് പോകുന്നു.
ഈ ഗബ്രി അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, പ്രീ പ്ലാൻഡ് ആയിട്ട് പോകുന്നു. എന്നിട്ട് വീട്ടുകാരോട് പറയുന്നു, ഇതെന്തെങ്കിലും നെഗറ്റീവായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അസുഖമാണ്, ഇപ്പൊ അപ്പന് ഓൾറെഡി ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് വിളിച്ച് പറയണം. ഓപ്പറേഷന് പോകാനോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകാനോ, അല്ലെങ്കിൽ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് ആയിരിക്കും. അങ്ങനെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഓക്കെ, അവർക്ക് മനസ്സിലാവുന്നു ഓക്കെ എന്തോ മിസ്സിംഗ് ഉണ്ട്. ഏതായാലും ഓപ്പറേഷന് പോയിട്ടില്ലല്ലോ, ഹോസ്പിറ്റലൈസ്ഡ് ആവാത്ത ഒരാളാണ്. അതാണ് അനന്ത, നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കായിരുന്നു. പക്ഷേ ഉം. ആ കോളിലേക്ക് കയറുന്നതിന് മുമ്പ്, അച്ഛനെ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ബിഗ് ഉം. ബോസ് എന്താണ് ജാസ്മിനോട് ചോദിച്ചത്? ജാസ്മിൻ ഒറ്റയ്ക്ക് അച്ഛൻ കളിക്കാനാണോ ഗബ്രിയുടെ അതെ കൂടെ അതെ 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 കളിക്കാനാണോ അതെ വന്നത് എന്നതല്ലേ ചോദിച്ചത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ബിഗ് ബോസ് ജാസ്മിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്ത മെസ്സേജ് സംതിങ് റിലേറ്റഡ് ടു ദിസ് ആണ്, ഉം. അല്ലേ? Yes. അതെ. ആ ഉപ്പയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഡയറക്റ്റ് ആ കോള് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് വേറൊരു ഈ സംഭവം പറയുന്ന ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ അത്ര പറയുന്ന അതെ ഡിംബലുമായിട്ടുള്ള ഇതില് ഡിംബലിനെ വിളിച്ചിട്ട് ഹലോ ഡിംബൽ സുഖമാണോ എന്ന് ചോദിച്ചിട്ടല്ലോ അച്ഛനെ കണക്ട് ചെയ്യുന്നത്. ഡിംബലിനെ വിളിച്ചിട്ട് നിങ്ങളുടെ അച്ഛൻ എന്താ നിങ്ങളുടെ ചേച്ചി കണക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലും കണക്ട് ചെയ്യുക ചെയ്തത്, അല്ലാതെ അവിടെ വേറെ ഡിസ്കഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ ഓക്കെ, എഗ്രി ചെയ്യുന്നു. പ്രോപ്പർ ഏതായാലും ബിഗ് ബോസ് ഉടായിപ്പല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം റോബിൻ രാധാകൃഷ്ണൻ രണ്ടാമതേ വിറ്റായി കഴിഞ്ഞപ്പോ പുള്ളി പുറത്ത് വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് എല്ലാവരും കണ്ടാ തോന്നുന്നു എയർപോർട്ടിൽ വന്നിട്ട്. എന്റെ പോലെ ബിഗ് ബോസിന്റെ നമ്പർ ഇവര് ഭയങ്കര ഉടായിപ്പാട്ടോ, ഭയങ്കര മാനിപ്പുലേഷനാ, കയറ്റി ഷോ പറഞ്ഞു വിട്ടിട്ട് ആയിരിക്കുമല്ലോ, ചെയ്യിപ്പിക്കുന്ന ഷോ വേറെ അല്ലേ ഒന്നാണെന്നൊക്കെ പറഞ്ഞു. അതെ ഡോക്ടർ. പിന്നെയും പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യണ്ട. പുള്ളി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആര് സപ്പോർട്ട് ചെയ്യുന്നു? ഇതില് വേറെ വല്ല വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് കാണുന്ന ഓരോ വ്യക്തികളും വിചാരിക്കുന്നത് ആ അകത്ത് കിടക്കുന്ന 19 അല്ലെങ്കിൽ 17 പേരുടെ കഥയാണ്, അവരുടെ സൈക്കോളജിക്കൽ അവരെങ്ങനെ ജീവിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇത് അതല്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഷോയിൽ ആക്ച്വലി അവർ മൈൻഡുമായിട്ട് കളിക്കുന്നത് ഇത് കാണുന്ന ആൾക്കാരുടെയാണ്. ഇത് കാണുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ഈ 100 ദിവസം ഇതിൽ പെട്ട് കിടക്കുകയാണ്. അതെ. മനസ്സിലായില്ലേ? ഈ കാണുന്ന ആൾക്കാർ ഇതിൽ പെട്ട് കിടക്കുക. അപ്പൊ ഈ സൈക്കോളജി ബിഗ് ബോസ് ആക്ച്വലി മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ബിഗ് ബോസ് ആക്ച്വലി ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കാണുന്ന ആൾക്കാരുടെയാണ്, അത് കിടക്കുന്ന ആൾക്കാരെ അല്ല. അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവരുടെ സ്റ്റോറി കാണുന്നു, അവരുടെ മാനസിക സംഘർഷങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇതല്ല. നമ്മുടെ സ്റ്റോറിയിലേക്ക് അവരുടെ സ്റ്റോറി വന്ന് നമ്മൾ ഈ പറയുന്ന 100 ദിവസം ഈ ഒരു ഷോയിൽ എന്താ പെട്ട് 100 ദിവസം പല ഇതിനകത്ത് എമോഷൻസ് കിടക്കുകയാണ്. ഇവിടെ നടക്കുന്നു. യെസ്. ഇപ്പൊ നമ്മൾ റോക്കി ആണെങ്കിലും ഇപ്പൊ ഡെവിനൊക്കെ ഭയങ്കരമായിട്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്കാണെങ്കിലും ഓക്കെ കൊള്ളാലെന്ന് തോന്നിയത്, നമ്മൾ സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന കാര്യം അവൻ അവിടെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. സംസാരിക്കുകയാണ്. അതെ അതെ അപ്പൊ അതെ നമുക്ക് നമുക്ക് റിലേറ്റ് അത്രേ ഉള്ളൂ. നമുക്ക് അത്രേ ഉള്ളൂ. സംസാരിക്കണം എന്ന് തോന്നാൻ കാരണം എന്താണ്? നമുക്ക് സംസാരിക്കണമെന്ന് തോന്നാൻ കാരണം നമ്മൾ അതിൽ പെട്ടുപോയത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇവർ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ 1 മണിക്കൂർ ഉണ്ടായിരുന്ന ഷോ 24 മണിക്കൂറും ഉറക്കമടക്കം സ്ട്രീം ചെയ്യുന്നത് ഉറക്കമടക്കം. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ അതിൽ പെട്ടുപോകാൻ വേണ്ടിയാണ്. യെസ്, ഉറപ്പായിട്ടും. അതിനൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് സംസാരിക്കുന്നതെല്ലാം ഇങ്ങനെ ട്രിം ചെയ്ത് കാണിക്കുന്നു. അതിന് എഗ്രി ഇത് ചെയ്യുന്നില്ല. ഇപ്പോഴും മറ്റേ അൻസിബ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ ബിഗ് ബോസ് ഷോയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുറത്തുള്ള കുട്ടികളെയൊക്കെ വഴിതെറ്റിച്ച് വിടും. ഇതിൽ വേറൊരു സംഭവമുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ മോനൊക്കെ ഈ ബിഗ് ബോസ് കാണുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ഒരു പേഴ്സണാലിറ്റീനെയും അവരുടെ ഒരു എന്താ ഉറപ്പായിട്ടും. പറയാ ചിന്താശേഷിനെയും ഒക്കെ, ഉം. കാരണം ചേട്ടാ ഡിജിറ്റലി പക്ഷേ ലോക്ക്ഡ് ആണ് അവർക്ക് ഇപ്പം. 16+ അല്ലേടാ ബിഗ് ബോസ്? എടാ 16+ എന്ന് ആയിക്കോട്ടെടാ, പറഞ്ഞ് ഇപ്പൊ നമ്മുടെ 16+ എന്ന് പേഴ്സണാലിറ്റി പറഞ്ഞിട്ട് ഒരു നമ്മുടെ പ്രൈം ടൈമിൽ സ്വഭാവമൊക്കെ രൂപീകരിക്കുന്നത് സ്ട്രീം ചെയ്യൂ. എന്താ 16+ അതിനകത്ത് 16+ പ്രത്യേകം എന്ന് പറഞ്ഞൊരു പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രൈം ടൈമിൽ സ്ട്രീം ചെയ്യാൻ പറ്റും. ഇത് ഒരു ഇപ്പം എന്താ പറയുക, വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് കാണുമ്പോൾ കൊച്ചുങ്ങളെ മാറ്റി നിർത്തി കാണാൻ പറ്റും നമുക്ക്? ഇല്ല. ഇല്ല, വേറൊരു കേസ് ഉണ്ട്. ചാനലിൽ 24 ഇല്ലല്ലോ. ഇല്ല, ഇത് പ്രൈം ചാനലിൽ ചാനലിൽ 24 വരുന്നതാണെങ്കിൽ ഇല്ലല്ലോ. പോലും, ചാനലിൽ വരുന്നതാണെങ്കിൽ ഇപ്പൊ എന്റെ മോൻ 24 hours കാണുന്നില്ല, ചാനലിൽ വരുന്ന മാത്രമേ കാണുന്നുള്ളൂ. ഇന്നലെ ആ നോമിനേഷനിൽ ഓരോ ആൾക്കാരുടെയും പേര് പറയുമ്പോഴത്തേക്ക് അവന്റെയൊക്കെ മുഖത്തുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് കാണാൻ പറ്റും. എന്താ അച്ഛാ ഇന്ന ആള് നോമിനേറ്റ്, അയ്യോ അച്ഛാ ഗബ്രിക്ക് 10 വോട്ട് കിട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മറ്റേ മണിച്ചിത്രത്താഴിലെ ഞാൻ അത് ലവള് ചിന്തിച്ചൊരു സംഭവം. ഇതെടുത്ത് കാണിക്കുന്നല്ലേ. റോക്കി ഔട്ടായത് കൊച്ചിന് വിഷമമുണ്ടോ? റോക്കി ഔട്ടായാലും വിഷമമുണ്ടോ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു, അയ്യോ ചാച്ചാ റോക്കി ഔട്ടായി പോയി എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ല ഡെവിനെ, അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ നമ്മുടെ സ്വഭാവമൊക്കെ രൂപീകരിച്ചത് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് അടുത്തുള്ള ഒരാളുടെ നിന്ന്, പിന്നെ നമ്മൾ ഇച്ചിരി ഡെവലപ്പായി വന്നപ്പോഴാണ് ബാക്കി സമൂഹത്തെ കാണാൻ തുടങ്ങിയത്. എന്നിട്ടാണ് ഈ രൂപീകരിക്കുന്നത്. അല്ലല്ല, പക്ഷേ സമൂഹത്തെ കാണാൻ വരുന്ന ആനകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ നമ്മളിപ്പം കളിക്കാൻ പോകും. നമ്മൾ ഈ പറയുന്ന അന്ന് മൊബൈലും ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ ഡിജിറ്റലി ലോക്ക്ഡ് അല്ല. നമ്മൾ ആകെപ്പാടെ വീട്ടിൽ ഇരുന്ന് TV കാണുന്ന സമയങ്ങൾ എന്ന് വെച്ചാൽ ഓണത്തിന് നല്ല സിനിമകൾ ഇടുകയാണ് എങ്കിൽ
പിന്നെ ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സിനിമ കാണും. ഇതൊക്കെയാണ് ടി വി കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ ശക്തിമാൻ ഉണ്ടെങ്കിൽ ശക്തിമാൻ കാണും. ശക്തിമാൻ. അല്ലാത്ത സമയത്ത് ഫുള്ള് ക്രിക്കറ്റ് അത് മറ്റത് മറിച്ചത് നമ്മളൊന്നും വീട്ടിൽ പോലും കാണാറില്ല. അപ്പം നമുക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാരിൽ നിന്നുമാണ് നമ്മുടെ സ്വഭാവം രൂപാന്തരപ്പെടുന്നത്. രൂപാന്തരപ്പെടുന്നത്. ഇന്നത്തെ കുട്ടികൾ മൊബൈൽ സ്ക്രീനിനകത്താണ്, അവർ ഡിജിറ്റലി ലോക്കഡാണ്. അപ്പം അവർക്ക് അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നത് ഇതിനകത്ത് അവർ കാണുന്നത് വെച്ചിട്ട് മാത്രമാണ്. വീട്ടുകാരെ പോലും അവർ പ്രോപ്പറായിട്ട് കാണുന്നില്ല. അപ്പം അങ്ങനെ Yes, അതെ. ഉള്ളപ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി ഹാർഡ്. ലൈക്ക് ഇത് ഇപ്പൊ ആപ്പിൾ വിഷൻ കൂടെ വന്നപ്പം, വിഷൻ പ്രോ കൂടെ വന്നപ്പം ഇനി അത് തന്നെയാണ് പറയാൻ. യെസ്, അതൊരു വലിയൊരു ടോപ്പിക്കാണ്. ഇനിയിപ്പോൾ പിന്നെ വേറെ കാര്യമുണ്ട്. ഇനിയിപ്പം കുട്ടികൾക്ക് എന്തുവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള സ്ഥിതിക്ക് ഇനിയിപ്പം സ്വഭാവം എങ്ങനെ രൂപീകരിച്ചാലും നാളെ ഒരിക്കൽ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവരുടെ മനസ്സിലോട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ട് അവർ ആ രീതി ചിന്തിക്കുന്ന രീതിയിലൊക്കെ ആകും. അപ്പോൾ പൊളിറ്റിക്സ് ഒക്കെ കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ പ്രോഗ്രാം ചെയ്യും. ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ആൾക്കാർ ഓക്കെ എനിക്ക് ഇത്രയും സ്ഥലത്തുള്ള ആൾക്കാരുടെ മൈൻഡ് വേണം എന്നുള്ള രീതിയിൽ അത്രയും ആൾക്കാരുടെ മൈൻഡ് വാങ്ങിച്ച് അവരുടെ സംഭവം പ്രോഗ്രാം ചെയ്താൽ കൊടുക്കും. ഞാൻ മറ്റേ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്, ദ 100. എനിക്ക് ഭയങ്കര ഞാൻ അഡിക്റ്റ് ആയി പോയ ഒരു സംഭവമാണ്. ഈ ന്യൂക്ലിയർ വാർ ഒക്കെ നടന്നിട്ടേ ഭൂമി വാസയോഗ്യം അല്ലാണ്ടാവുന്നു. പിന്നെ ഇവരാണെങ്കിൽ സീരീസ് ആണ്. അപ്പൊ അതില് പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് വരുന്നു, വാസയോഗ്യം ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതാണ് കഥ. അപ്പം അതിലൊരു പോർഷനിൽ ഈ പറയുന്ന പോലെ AI ഒരു മരുന്ന് പോലെ കഴിക്കും, അതാണെങ്കിൽ നമ്മുടെ തലയിൽ ചെന്ന് കൺട്രോൾ ചെയ്യും എന്നൊക്കെയുള്ളൊരു സംഭവം. ഭയങ്കര രസമുള്ള ഒരു സംഭവം. മറ്റേ ഡാൻ ബ്രൗണിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്കില് ബേസിക്കലി 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് തേടുന്നത്. മനുഷ്യൻ എവിടെ നിന്ന് വന്നു, മനുഷ്യൻ എങ്ങോട്ടേക്ക് പോകുന്നു. വാട്ട് ഈസ് അതായത് മനുഷ്യൻ എങ്ങനെ ഉത്ഭവിച്ചു, മനുഷ്യൻ ഇനി എങ്ങോട്ടേക്ക് എന്താ, അതായത് പാസ്റ്റ് എന്താണ്, ഫ്യൂച്ചർ എന്താണ്. അതിൽ മനുഷ്യന്റെ ഫ്യൂച്ചർ എന്താണെന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അതായത് ഇന്നും ഉണ്ട്. അതായത് മനുഷ്യന്റെ പല അവയവങ്ങളും നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ലങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. മീൻ ടൈം ഇതുപോലെ ഇനി അങ്ങോട്ടുള്ള ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ഹാർട്ട് അടിച്ചു പോയെന്ന് വെച്ചോ, ഒരു ആർട്ടിഫിഷ്യൽ ഹാർട്ട് എടുത്ത് വെക്കും. നമ്മുടെ ലെങ്സ് അടിച്ച് പോയി ആർട്ടിഫിഷ്യൽ ലെങ്സ് എടുത്ത് വെക്കും. മൈൻഡ് അടിച്ച് പോയി ആർട്ടിഫിഷ്യൽ മൈൻഡ് എടുത്ത് വെക്കും. അപ്പം അങ്ങനെ അതായത് ടെക്നോ ഹ്യൂമൻസ് ആയിരിക്കും. അതായത് പകുതി ഹ്യൂമനും ചിലപ്പോൾ പകുതി ഹ്യൂമനും പകുതി ടെക്നോളജി ആയിരിക്കും ഇവര്. മനസ്സിലായില്ലേ? ഇപ്പൊ ഹാർട്ടില് എന്തോ സംഭവം ചിപ്പ് വെക്കുമല്ലോ, ഇലക്ട്രിക്. അത് ഉണ്ട് ഇപ്പം. എലോൺ മസ്കിന്റെ ബ്രെയിനിലോ അവിടെ ഒരു ചിപ്പ് ഇരിക്കണ്ടല്ലോ. അതിപ്പോ ഏതൊരു ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യും. ഉറക്കം അതുകൊണ്ടാണ് എലോൺ മസ്കിന് ഉറക്കത്തിന് പ്രശ്നമില്ലാത്തതെന്ന്. ഉറങ്ങിയില്ലേലും പ്രശ്നമില്ലാത്തത് അതുകൊണ്ടാണ്. അങ്ങനെയുണ്ടോ? എലോൺ മസ്ക് ഏതോ എത്ര വയസ്സായിട്ടുള്ള ഒരാൾക്ക് ചിപ്പ് വെച്ചു എന്നൊക്കെ ഒരു വാർത്ത കേട്ടിരുന്നു. എലോൺ മസ്ക് ഏലിയൻ ആണെന്ന് അവർ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു നമ്മള് കുറെ ആയി ഇപ്പം. യെസ്, ഓക്കെ. അപ്പൊ ഏതായാലും റോക്കിയുടെ കൺട്രോൾ വിട്ടിട്ട് റോക്കി പുറത്തായി. ഇനി എങ്ങനെയാണ് ഹൗസ് പോകുന്നത്? റോക്കിക്ക് ഒരു ചിപ്പിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതെ, കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ ഗെയിം മുന്നോട്ട് പോകുന്നു നോക്കാം നമുക്ക്. യെസ്, ഓണവില്ലാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു.